നമസ്കാരം. നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഫാറൂഖ് അബ്ദുള്ളയുടെ പുതിയ പ്രസ്താവനയിൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. എന്തായാലും ഫാറൂഖ് അബ്ദുള്ള തങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഇന്ത്യ സഖ്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. സംഭവം എന്താണെന്നോ? ജമ്മു കാശ്മീരിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഫാറൂഖ് അബ്ദുള്ള. ആരുമായും സഖ്യത്തിനില്ല എന്നും ഫാറൂഖ് അബ്ദുള്ള എടുത്തു പറഞ്ഞു. എന്തായാലും ആരുമായും സഖ്യത്തിനില്ല എന്ന ഫാറൂഖ് അബ്ദുള്ളയുടെ നിലപാട് ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകുക. ഇന്ത്യ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഒരു മുന്നണിയുമായും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയ കോൺഗ്രസുമായും ഇനി സഖ്യമില്ല എന്നാണ് ഫാറൂഖ് അബ്ദുള്ളയുടെ പ്രതികരണം വ്യക്തമാക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻസിയും കോൺഗ്രസും പരസ്പരം പിന്തുണച്ചിരുന്നു. അനന്തനാഗ്, രജൌരി ഉൾപ്പെടെ കാശ്മീരിലെ 3 സീറ്റുകളിൽ എൻസിയും ജമ്മു കാശ്മീരിലെ 2 സീറ്റുകളിൽ കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. എൻസി ശ്രീനഗർ, അനന്തനാഗ്, രജൌരി എന്നീ സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ബാരാമുള്ള മണ്ഡലത്തിൽ അവാമി ഇത്തേഹാദ് പാർട്ടിയുടെ ജയിലിൽ കിടക്കുന്ന നേതാവ് എഞ്ചിനീയർ റാഷിദ് എന്നറിയപ്പെടുന്ന അബ്ദുൾ റാഷിദ് ഷെയ്ഖിനോട് പരാജയപ്പെട്ടു. 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു റാഷിദ് ഒമർ അബ്ദുള്ളയെ പരാജയപ്പെടുത്തിയത്. കൂടാതെ ജമ്മു കാശ്മീരിലെ 3 സീറ്റുകളിലും PDPയുമായി സീറ്റ് പങ്കിടാൻ എൻസി വിസമ്മതിച്ചിരുന്നു. അതിനാൽ തന്നെ ഒരു പാർട്ടിയുമായും സഖ്യമില്ലാതെ മത്സരിക്കാനുള്ള എൻസിയുടെ തീരുമാനം തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്നത് ഉറപ്പു തന്നെയാണ്. അതേസമയം ജമ്മുവിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പാർട്ടിക്കെതിരെ സംയുക്ത മുന്നണി ഉണ്ടാക്കുന്നതിൽ പ്രാദേശിക പാർട്ടികൾ പരാജയപ്പെട്ടാൽ BJPക്കായിരിക്കും നേട്ടമുണ്ടാകുക. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വോട്ട് വിഭജനം ജമ്മു കാശ്മീരിലെയും ഉധംപൂരിലെയും 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ 34 സീറ്റുകളിൽ 29 എണ്ണത്തിലും ലീഡ് ചെയ്ത BJPക്ക് ഗുണം ചെയ്യും. 90 അംഗ ജമ്മു കാശ്മീർ നിയമസഭയിൽ 46 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അതേസമയം 2014 ഇതിനു മുമ്പ് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് BJP PDP സർക്കാരായിരുന്നു അധികാരത്തിൽ വന്നത്. എന്നാൽ 2018 BJP PDP സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. പിന്നീട് ജമ്മു കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണമായിരുന്നു വന്നത്. സംസ്ഥാന നിയമസഭ പിരിച്ചുവിട്ടതിന് പിന്നാലെ സംസ്ഥാനത്തിന് പ്രത്യേക പദവി അനുവദിച്ചിരുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതെല്ലാം ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.